ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്ത്. കർണാടക ബംഗ്ലഗുഡയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. 8 അസ്ഥികൂടങ്ങളും നിരവധി മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങളുമാണ് കണ്ടെത്തിയത്. SIT സംഘം പ്രദേശം കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന ആരംഭിച്ചു. രതീഷ് വാസുദേവൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, രാജ്യത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ഈ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ. അതിൽ ഈ വെളിപ്പെടുത്തൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണോ ഇപ്പോൾ നീങ്ങുന്നത്? ഇപ്പോൾ ഈ ഒരു ഫോറൻസിക് ഫലം എന്താണ് പറയുന്നത്? SIT സംഘത്തിന്റെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? സ്വാതി, നമുക്കറിയാം രാജ്യത്തെ ഞെട്ടിച്ച ഒരു പരമ്പര കൊലപാതക സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ധർമ്മസ്ഥല ആരാധനാലയത്തിലെ ഒരു ശുചീകരണ തൊഴിലാളി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. പിന്നീട് ചിന്നയ്യ എന്ന അദ്ദേഹം മാസ്ക് മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. നൂറുകണക്കിന് ആളുകളെ ഈ ബംഗ്ലഗുട്ട കുന്നിൻ്റെ പരിസരങ്ങളിൽ കൊന്ന് കുഴിച്ചുമൂടി എന്ന വലിയ ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അദ്ദേഹം പുറത്തുവിട്ടത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിരവധി തെളിവുകളും അദ്ദേഹം കാണിക്കുകയുണ്ടായി. തുടർന്നാണ് വലിയ കോലാഹലങ്ങൾക്കൊടുവിൽ SIT രൂപീകരിച്ച ശേഷം ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. തുടർന്ന് SITയുടെ പരിശോധനയിലാണ് നിരവധി അസ്ഥികൂടങ്ങളടക്കം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ പിന്നീട് ചിന്നയ്യ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. കേസ് വേറെ തരത്തിൽ പോവുകയുണ്ടായെങ്കിലും കോടതിയുടെ നിരീക്ഷണത്തിൽ അതിൻ്റെ തുടർ നടപടികൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെയും കൂടെ ഭാഗമായാണ് ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിൽ ഇതിൻ്റെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് മാസങ്ങൾക്ക് ശേഷം നിർണായകമായ ചില സൂചനകൾ നൽകുന്നത്. പ്രാഥമികമായി ഈ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് പ്രാഥമികമായി ഈ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് പരിശോധന വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. ഈ ബംഗ്ലഗുട്ട വനപ്രദേശം പൂർണ്ണമായും SIT സീൽ ചെയ്തിട്ടുണ്ട്. ഈ 1-ാം തീയതി മുതൽ വിശദമായ സംഘം എത്തി ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച എല്ലാ തരത്തിലുള്ള റിപ്പോർട്ട് ബെൽത്തങ്ങാടി കോടതിയിലും സമർപ്പിക്കുന്നതാണ് SIT ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് എന്ന് തന്നെയാണ് SIT സംഘവും പറയുന്നത്. അത്തരത്തിലാണ് ഈ 2-ാം പരിശോധന ഉൾപ്പെടെ നടത്താനുള്ള സാഹചര്യവും അതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിലവിലുള്ള പ്രാഥമിക പരിശോധനാ ഫലം ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കോടതിയുടെയും ഹൈക്കോടതിയുടെ ഒക്കെ നിരീക്ഷണത്തിലായിരിക്കും മറ്റ് നടപടികൾ പൂർത്തീകരിക്കുക. എന്തായാലും വീണ്ടും വിവാദത്തിലേക്കും വലിയ അപസർപ്പക കഥകളിലേക്കും ഒക്കെ തന്നെ നയിച്ച ധർമ്മസ്ഥലയിലെ ആ ഗൂഢമായ കൊലപാതക പരമ്പര വെളിപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ. മാത്രവുമല്ല, കുടകിൽ നിന്ന് കുടക് സ്വദേശികളായ 2 പേരെ ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായിരുന്നു. ഇവരുടെ DNA സാമ്പിളും ഈ പരിശോധിച്ച അസ്ഥികളിൽ അല്ലെങ്കിൽ അതിൽ ഒന്ന് മാച്ച് ചെയ്തു എന്നതും വലിയ കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ഈ പ്രദേശത്ത് നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ വിവരങ്ങൾ SITക്ക് കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 1-ാം തീയതി മുതൽ വലിയ പരിശോധന SIT സംഘം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇത് സംബന്ധിച്ച് ഈ പരിശോധന ഫലം സംബന്ധിച്ച് SIT പുറത്തുവിട്ടില്ലെങ്കിലും സാധ്യതകൾ ഇത്തരത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സ്വാതി. രതീഷ്, നേരത്തെ ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആൾ പറഞ്ഞത് നൂറുകണക്കിന് ആളുകളുടെ മൃതശരീരം ഇത്തരത്തിൽ മറവ് ചെയ്തിട്ടുണ്ട്. അതും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളടക്കം നടന്നതിന് ശേഷമാണ് ഈ മൃതദേഹം മറവ് ചെയ്തത് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ രതീഷ് പറഞ്ഞതുപോലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഈ SIT സംഘം കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാജ്യം മുഴുവൻ നടുങ്ങുന്ന തരത്തിലുള്ള വിവരങ്ങളായിരിക്കുമോ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. ഈ പറഞ്ഞ വെളിപ്പെടുത്തലിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിക്രൂരമായിട്ടുള്ള കൊലപാതക പരമ്പരകൾ തന്നെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാവുന്നത്? തീർച്ചയായും ഗൗരവത്തോടെ തന്നെയാണ് SIT ഈ വിഷയത്തെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനാ ഫലം വന്ന ഉടൻ തന്നെ പ്രത്യേക ടീം രൂപീകരിച്ച് അടിയന്തരമായി പ്രാഥമിക പരിശോധനകൾ ഈ ബംഗ്ലഗുട്ട വനപ്രദേശത്ത് കുന്നിൻ മുകളിലൊക്കെ തന്നെ നടത്തിയത്. ഈ അസ്ഥികൂടങ്ങൾ ഉൾപ്പെടെ കിട്ടിയ പ്രദേശത്താണ് ഇപ്പോൾ ആദ്യഘട്ട പരിശോധന നടത്തിയത്. മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ കൂടുതൽ വിപുലമായ പരിശോധന നടത്താൻ SIT ടീമിനെ വിപുലീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രദേശം ഉൾപ്പെടെ പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് വനപ്രദേശത്തേക്കൊന്നും ആളുകൾ
കടക്കാത്ത തരത്തിൽ തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനയ്ക്ക് SIT മുതിരുന്നു എന്നത് ഈ വിഷയത്തിൽ ഗൗരവമായ പല വിവരങ്ങളും SITയുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെ തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ തന്നെയാണ് കർണാടക ഗവൺമെൻറ്റും പോലീസും ഒക്കെ തന്നെ ഈ വിഷയത്തെ SIT ഒക്കെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയ്ക്ക് ചിന്നയ്യയുടെ മൊഴിമാറ്റം ഉൾപ്പെടെ ഏത് രീതിയിൽ ആദ്യം മൊഴി പറഞ്ഞ ഈ ശുചീകരണ തൊഴിലാളിയെ അദ്ദേഹമാണ് ഇത് വെളിപ്പെടുത്തൽ നടത്തിയത്. പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം മൊഴി മാറ്റി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മൊഴിമാറ്റം ഉൾപ്പെടെ എങ്ങനെ സംഭവിച്ചു എന്നുൾപ്പെടെ പരിശോധിക്കാനും SIT തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അത്ര ഗൗരവത്തോടെ തന്നെ SITയുടെ രണ്ടാം വരവ് വെറുതെ ആവില്ല. അത്തരത്തിൽ ഗൗരവമായ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നത്. സ്വാതി. ശരി പ്രതീഷ്.